ഹായ് ഗൈസ്, അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഒരുങ്ങിക്കിട്ട് ഞാൻ സാധാരണ ഓഫീസിലൊക്കെ പോകും. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഈ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ സീറ്റ് നോക്കുക വേണ്ട. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലൊക്കെ എത്തി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിലാണ് കേട്ടോ പോയത്. ഈ ഓട്ടോയിൽ ഏട്ടനാണ് കേട്ടോ എനിക്ക് ആ ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഓഫീസിലൊക്കെ ഇറങ്ങുന്ന ബസ് എനിക്ക് പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് എനിക്ക് പെയിൻ ഉണ്ടായത്. എക്സ്ട്രാ മെഡിസിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷെ നമ്മൾ ഓഫീസ് ഹാഫ് ഡേ പറഞ്ഞതുകൊണ്ട് തന്നെ 1 മണിക്ക് കയറിയാൽ മതി. ഒരുപാട് ടൈം ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ കസവ് കയറി. ഈ വിഷുവിനെങ്കിലും ഒരു സാരി എടുക്കണം എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ ഞാൻ കസവ് കയറിയത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സാരി വാങ്ങുന്നതും എടുക്കാൻ പോകുന്നതും. എനിക്ക് 2 കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏതെടുക്കണമെന്ന് അറിയാണ്ട് നിന്നപ്പോൾ അത് അത്ത പറഞ്ഞേ എനിക്ക് ആ ഡാർക്ക് കളറാണ് ചേരാം. അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഡാർക്ക് കളർ ചൂസ് ചെയ്തു. സാരിക്ക് ഓവറായിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് പിന്നെ സമയം ബാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോയി. ബിസ്മിലായിട്ടാണ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോയത്. അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആരും ഉള്ളത് സംബന്ധിച്ച് കൂടെ എന്താവരാണ് ഇവർ രണ്ടുപേരും. ലൈഫിൽ ആരൊക്കെ ഒഴിവാക്കേണ്ടി വന്നാലും ഇവർ 2 പേരും മാത്രം ഞാൻ ഒഴിവാക്കില്ല. ബിക്കോസ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ എൻ്റെ ലൈഫിലുള്ളത്. ഓഫീസിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഓഫീസിലേക്ക് പോയത്. അങ്ങനെ അവിടെ തന്നെ പിന്നെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യാനൊന്നും വേറെ വഴിയില്ലല്ലോ. ഇതാണ് ബർത്ത്ഡേ ഗേൾ. അങ്ങനെ ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ഓണമൊക്കെ ട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ നമ്മളൊരു കഫേയിൽ കയറിയിട്ട് ലോട്ടർ ഫ്രൂട്ട്സും ലൈം ജ്യൂസും കേട്ടോ കുടിച്ചത്. ഉറക്കാണ് എന്ത് പിങ്ങിയല്ലേ, ഹി ഹി ഹി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ അവള് പറഞ്ഞേ അവൾക്ക് ത്രെഡ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ നമ്മൾ പാർലറിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പാർലറിൽ മെയിനായിട്ട് കയറി ചെന്നതാ. പക്ഷെ അവർ പറഞ്ഞ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പക്ഷെ അപ്പോഴേക്ക് ഞങ്ങൾ 2 ബസ് പോകുന്നുണ്ട്. ഓട്ടോയിൽ കയറിയാണ് സ്റ്റാൻഡിലെത്തിന് ശേഷം ഓള് ബസ് പെട്ടെന്ന് വന്നിട്ട് ഓള് പോയി. പക്ഷെ ഞാൻ പോസ്റ്റേ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിയതിനു ശേഷം ബസ് എത്തി. ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ 10 മിനിറ്റ് നടന്ന് വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെയാണ് അവസാനിച്ചു. അപ്പൊ ശരി.